ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പൽക്കാലം നമുക്കൊരു വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുന്നു. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൽ എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ യഹോവയോട് പറഞ്ഞതേ, നീ എൻ്റെ കർത്താവാകുന്നു. നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. സ്തോത്രം. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് നമ്മൾ വായിച്ചത്. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൽ എന്നെ കാത്തുകൊള്ളണമേ. ദാവീദ് പറയുന്നു, ഹല്ലേലൂയ, ദൈവത്തെ അവൻ ശരണമാക്കിയതുകൊണ്ട് ഹല്ലേലൂയ, അവൻ ദൈവത്തോട് പറയുകയാണ്, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ എന്നെ കാത്തുകൊള്ളണമേ. ദൈവത്തെ ശരണമാക്കിയാണ് ദാവീദിന് ഓരോ നിമിഷവും ദാവീദ് ജീവിച്ചത്. ദാവീദ് ചെറുപ്രായത്തിൽ തന്നെ വനത്തിലായിരുന്ന സ്ഥാനത്തും വനത്തിൽ തൻ്റെ ആടുകളെ മേയ്ക്കുവാൻ കടന്നുപോയ സ്ഥാനത്തും അവിടെയൊക്കെയും ദൈവത്തെ സ്തുതിച്ചും കിന്നരം വായിച്ചും ദൈവത്തെ പാടിയും ഒക്കെയും അവൻ ജീവിച്ചു. അങ്ങനെ ഹല്ലേലൂയ, ദൈവം അവൻ്റെ ഒരു സങ്കേതവും ഒരു കോട്ടയും ഒരു ഹല്ലേലൂയ ശരണമായി തീർന്നു. ഹല്ലേലൂയ, ആ ദാവീദാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൽ എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ യഹോവയോട് പറഞ്ഞതേ, നീ എൻ്റെ കർത്താവാകുന്നു. നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ദൈവം ദാവീദിൻ്റെ കർത്താവാണ്. ഹല്ലേലൂയ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല എന്ന് ദാവീദ് ദൈവത്തോട് പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദാവീദിൻ്റെ ജീവിതത്തിലുണ്ടായ പ്രതികൂലത്തിലും പ്രതിസന്ധിയിൽ നിന്നും പ്രശ്നത്തിൽ നിന്നൊക്കെയും വിടിവിക്കുവാൻ ദൈവം സർവശക്തനായി ഇറങ്ങി വന്ന് ദാവീദ് ഹല്ലേലൂയ, സ്തോത്രം, തൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ നേരിട്ട് ആ പ്രതികൂലത്തിന് നടുവിൽ ജയിച്ചതൊക്കെയും ദൈവത്തെ ശരണമാക്കിയത് കൊണ്ടാണ്. സ്തോത്രം. ദൈവം ഹല്ലേലൂയ, നീ എൻ്റെ ഹല്ലേലൂയ, ദൈവം, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ എന്നെ കാത്തുകൊള്ളണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തെ ശരണമാക്കിയാന്ന് ദാവീദ് ഓരോ നിമിഷവും തൻ്റെ ജീവിതത്തിലെ ഹല്ലേലൂയ ഓരോ ഹല്ലേലൂയ അനുഗ്രഹങ്ങളും നേടുവാൻ ദൈവം ഇടയാക്കുക. അവൻ്റെ പ്രാണനെ പോലും തകർത്ത് കളയുവാൻ ശത്രു ഹല്ലേലൂയ തകർത്ത് കളയുവാൻ കടന്നു വന്ന സ്ഥാനത്തും ദാവീദ് ദൈവത്തോട് പറ്റി നിന്നു. തൻ്റെ ഹല്ലേലൂയ തൻ്റെ ജീവിതത്തിലെ ദൈവമായിട്ടുള്ള ഒരു ഹല്ലേലൂയ ആഴമായൊരു ബന്ധം ദാവീദിനുണ്ടായിരുന്നു. ദൈവമക്കളെ, നമ്മുടെ ഈ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ ആശ്രയിച്ച് കർത്താവിന് വേണ്ടി നമ്മൾ ഹല്ലേലൂയ സമർപ്പിച്ച് ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും കർത്താവിന് വേണ്ടി നമ്മൾ ജീവിക്കുകയും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ നീങ്ങുകയും ചെയ്യുന്നുവെങ്കിൽ കർത്താവ് നമ്മളെ വിടുവിക്കും. ദൈവം സർവശക്തനായ ദൈവമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരുത്തിനെയും ദൈവം തള്ളിക്കളയുകയില്ല. ആ ദൈവത്തിൽ നമ്മൾ ദാവീദിനെ പോലെ നമുക്കും ദൈവസന്നിധി നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് ഉറപ്പും ധൈര്യത്തോടെ നമുക്ക് ജീവിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എളിയ വാക്കുകൾ വിരമിക്കുന്നു. ആമേൻ. സ്തോത്രം.